ഗുരുവായൂർ അരിയന്നൂരിലെ ഡോക്ടറുടെ വീട്ടിൽ 10 പവനോളം വരുന്ന ആഭരണങ്ങൾ മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. കുന്നംകുളം കല്ലായിക്കുന്ന് പുത്തൻപുരക്കൽ ഉണ്ണികൃഷ്ണനെയാണ് ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അരിയന്നൂർ പോക്കാക്കില്ലത്ത് കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിലാണ് മെയ് 7-ന് രാത്രി മോഷണം നടന്നത്. വീട്ടിലുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ മോഷ്ടാവ് 1-ാം നിലയിലെ വാതിലിലൂടെ കടന്ന് കവർച്ച നടത്തുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രി 12:45 നടന്ന മോഷണം വീട്ടുകാർ അറിഞ്ഞത് ഒരു ദിവസം കഴിഞ്ഞ് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു. കുഞ്ഞുമുഹമ്മദും മകൾ ഡോക്ടർ ബുഷറയും മരുമകൻ ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയും 2 മക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത്. ഒളരി ESI ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ബുഷറ ശനിയാഴ്ച പുലർച്ചെ ആഭരണങ്ങൾ എടുക്കാൻ അലമാര തുറന്നപ്പോഴാണ് മോഷണം നടന്നത് അറിയുന്നത്. പിന്നീട് ബുഷ്രയുടെ ഭർത്താവ് ഡോക്ടർ റാഫി CCTV പരിശോധിച്ചപ്പോഴാണ് മോഷണ ദൃശ്യങ്ങൾ കണ്ടത്. 2 മാല, 2 വള, 3 സെറ്റ് കമ്മൽ എന്നിവയടക്കം 10 പവന്റെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ചുവപ്പ് ടീഷർട്ടും ട്രൗസറും ധരിച്ച മോഷ്ടാവ് മുഖം മറയ്ക്കാതെ മോഷണം നടത്തിയ ദൃശ്യങ്ങളാണ് CCTVയിൽ ഉണ്ടായിരുന്നത്. ഇതിനിടെ മോഷ്ടിച്ച സ്വർണത്തിൽ 8 പവൻ വരുന്ന ആഭരണങ്ങൾ മോഷ്ടാവ് മാപ്പപേക്ഷയോടൊപ്പം തിരികെ എത്തിച്ചിരുന്നു. മെയ് 11 തിങ്കളാഴ്ച രാവിലെയാണ് വീടിന് പുറകിൽ നിന്ന് സ്വർണവും മാപ്പപേക്ഷയും അടങ്ങുന്ന സഞ്ചി വീട്ടുകാർ കണ്ടെത്തിയത്. തുറന്നു പരിശോധിച്ചപ്പോൾ ഒരു മാലയും കമ്മലും ഒഴിച്ച് മോഷണം പോയ മറ്റെല്ലാ ആഭരണങ്ങളും ഉണ്ടായിരുന്നു. 2 പവനോളം വരുന്ന ആഭരണങ്ങളാണ് തിരികെ ലഭിക്കാതിരുന്നത്. ആഭരണങ്ങൾക്കൊപ്പമുള്ള കത്തിൽ തനിക്കൊരു തെറ്റുപറ്റിയതാണെന്നും മാപ്പാക്കണമെന്നും കേസ് പിൻവലിക്കണമെന്നുമുള്ള അഭ്യർത്ഥനയും ഉണ്ടായിരുന്നു. 2 പവന്റെ ആഭരണങ്ങൾ താൻ വിറ്റുപോയെന്നും മാപ്പപേക്ഷയിൽ ഉണ്ടായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ ബുധനാഴ്ച രാവിലെ അരിയന്നൂരിലെ വീട്ടിലേക്ക് ഗുരുവായൂർ SI U മഹേഷിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നു.